റോഷിബാലുമുണ്ട്. റോഷിബാൽ, വലിയ സംഘർഷ സാഹചര്യം പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് മുന്നിൽ തുടരുക തന്നെയാണ്. പോലീസ് വാഹനം തയ്യാറാണ്. പക്ഷേ പോലീസ് വാഹനത്തിലേക്ക് രാഹുലിനെ എത്തിക്കൽ അത്ര എളുപ്പമല്ല. പ്രവർത്തകർ അവിടെ തമ്പടിച്ചിരിക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. എങ്ങനെയാണ് പുറത്തെത്തിക്കുക? സ്മൃതി, രാഹുൽ മാങ്കൂട്ടത്തിലെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. ഈ പോലീസ് വാഹനത്തിന്റെ ഇരുഭാഗത്തും യുവമോർച്ച പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും പ്രതിഷേധം തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പദവി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ്. ഈ വാഹനത്തെ വളഞ്ഞിട്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. പോലീസിന് അത്ര എളുപ്പത്തിൽ പോകാൻ കഴിയില്ല. രണ്ട് ഭാഗത്തു കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോകാനുള്ള ശ്രമമുണ്ട്. അപ്പുറത്തും വാഹനം സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വഴിയിലൂടെ സുരക്ഷിതമായി പോകാനുള്ള ശ്രമമാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ. പക്ഷേ ഈ പ്രതിഷേധം മറികടന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തേക്ക് എത്തിക്കുക അത്ര എളുപ്പമായിരിക്കില്ല. കാരണം പ്രതിഷേധം ആളിക്കത്തുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമത്തെ പരാതി വന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായതോടെയാണ് ഇപ്പോൾ യുവജന സംഘടനകൾ ഒന്നാകെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട ആശുപത്രി വളപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോകാനായി വന്നിരിക്കുന്ന പോലീസ് വാഹനത്തെ തടഞ്ഞു വെച്ചിരിക്കുന്ന ആ പോലീസ് വാഹനത്തിന് ചുറ്റും നിന്ന് ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുകയാണ്. ഏറെ വൈകാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റാൻ വേണ്ടി ആ കെട്ടിടത്തിൽ ഈ അത്യാഹിത വിഭാഗത്തിന് തൊട്ടടുത്ത് വരെ അതിന്റെ ചവിട്ടുപടിക്ക് അടുത്ത് എത്തിച്ചേർന്ന പിറകിലെ ഭാഗത്തുള്ള സീറ്റിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. അവിടെ അതിനുള്ള സജ്ജീകരണങ്ങൾ നടത്തി പോലീസ് തയ്യാറെടുത്ത് നിൽക്കുന്നു. പക്ഷേ ഡിവൈഎഫ്ഐ പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും വിട്ടുവീഴ്ചയ്ക്കില്ലാതെ അവർ വാഹനത്തിന് മുന്നിലും ഇരുവശത്തുമായി നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചകളാണ്. കടുത്ത പ്രതിഷേധത്തിലാണ് ഇപ്പോൾ പത്തനംതിട്ടയിലെ ജനറൽ ആശുപത്രി സാക്ഷ്യം വഹിക്കുന്നത്. ആശുപത്രി വളപ്പിൽ വലിയ പ്രതിഷേധമാണ്. മറുഭാഗത്തുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്ന പ്രവർത്തകർ അങ്ങോട്ടേക്ക് ഓടുന്നത്. ഏതെങ്കിലും ഒരു വഴിയിലൂടെ രാഹുലിനെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. കാരണം സുരക്ഷിതമായി മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് എത്തിക്കണം. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ജയശങ്കറുമുണ്ട്. AV ജയശങ്കറും അവിടെ തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ആശുപത്രിക്ക് പുറത്തെത്തിച്ച് വാഹനത്തിൽ കയറ്റി മജിസ്ട്രേറ്റിന് മുമ്പിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അവിടെ മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തകർ തുടരുകയാണ്. ജയശങ്കർ, അവിടുത്തെ കാഴ്ച എന്താണ്? ഇപ്പോൾ ഉടൻ തന്നെ രാഹുലിനെ പുറത്തേക്ക് എത്തിക്കും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതായത് സ്മൃതി, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വൈദ്യപരിശോധന ഇതിനോടൊപ്പം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഈ ജനറൽ ആശുപത്രിയിൽ നിന്ന് രണ്ട് വഴികളാണ് പുറത്തേക്കുള്ളത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വഴിയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തേക്ക് ഇറക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. നേരത്തെ നമ്മൾ രാഹുലിനെ കൊണ്ടുപോയ ഒരു വഴിയിൽ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. പോലീസ് വാഹനം ഉൾപ്പെടെ പ്രവർത്തകർ തടയുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ അവസ്ഥ ഉണ്ടായാൽ പുറത്തേക്ക് ഇറക്കാൻ സാധിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തൂടെയാണ്. അതിനുള്ളൊരു സാധ്യത പോലീസ് തേടുന്നുണ്ട്. പക്ഷേ വലിയ പ്രതിഷേധം ഈ ആശുപത്രിക്ക് പുറത്തുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങൾ നേരത്തെ കണ്ടതാണ്. പോലീസ് ജീപ്പ് ഉൾപ്പെടെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷന്റെ ജീപ്പ് ഉൾപ്പെടെ തടഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകർ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വലിയ സംഘർഷാവസ്ഥ ഈ ആശുപത്രിക്ക് പുറത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം. രാഹുൽ ഏത് നിമിഷവും എങ്ങനെ പുറത്തിറങ്ങിയാലും പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവർത്തകർ നിൽക്കുന്നത്. ഈ ജനറൽ ആശുപത്രിയുടെ ഈ കാഷ്വാലിറ്റി ബ്ലോക്കിന് മുന്നിൽ വലിയ തോതിൽ പ്രവർത്തകർ തടിച്ചുകൂടി നിൽക്കുന്നു. ഒപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്ന പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ വാഹനത്തിന് മുന്നിലും ഒരു പറ്റം പ്രവർത്തകർ നിൽക്കുന്നുണ്ട്. രാഹുൽ ഏത് വഴി വന്നാലും രാഹുലിനെ തടയും, രാഹുലിന് നേരെ പ്രതിഷേധമുണ്ടാകുമെന്നാണ് ഇവർ പറയുന്നത്. അത്രമാത്രം വലിയൊരു പ്രതിഷേധം കഴിഞ്ഞ മിനിറ്റുകളിൽ നമ്മൾ കണ്ടതാണ്. രാഹുലിനെ കൊണ്ടുവന്ന് ഇറക്കിയ ഘട്ടത്തിൽ പോലീസ് വാഹനം ഉൾപ്പെടെ തടഞ്ഞ് രാഹുലിനെ ആശുപത്രിയിലേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവർത്തകർ ഇവിടെ നിലയുറപ്പിച്ചത്. ആ ഒരു സാഹചര്യം ഇപ്പോഴും ഇവിടെ തുടരുന്നു. എന്തായാലും രാഹുലിനെ പുറത്തിറക്കാൻ ഈ ജനറൽ ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ നിന്ന് പുറത്തിറക്കാൻ രണ്ട് വഴികളാണുള്ളത്. ഒന്ന്, രാഹുലിനെ ആദ്യം വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവന്ന പ്രധാന വാതിലിലൂടെ രാഹുലിനെ പുറത്തിറക്കാം. അവിടെ വലിയ തോതിലുള്ള പോലീസിന്റെ സുരക്ഷാ സംവിധാനമുണ്ട്. അവിടെ വലിയ തോതിലുള്ള പ്രതിഷേധം യുവമോർച്ചയും DFIയും സംഘടിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു വഴി, ഈ ജനറൽ ആശുപത്രിയുടെ മറ്റൊരു വഴി, നമ്മൾ ഈ ദൃശ്യം കാണുന്ന ഇതിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തിറക്കാൻ സാധിക്കുക. അത് വലിയ തോതിൽ ഉപയോഗിക്കാത്ത ഒരു അപ്രധാനമായ ഒരു വഴിയാണ്. ഇവിടെ ഒരു വാതിലൊക്കെ ഉണ്ട്. ഈ കാഷ്വാലിറ്റിയിലേക്ക് കയറാനുള്ള മാർഗം ഇവിടെ ഉണ്ട് താനും. ഈ വാതിൽ തുറന്നാൽ, നിലവിൽ ഈ വാതിൽ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഈ വാതിൽ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഉള്ളിൽ നിന്ന് ഈ വാതിൽ തുറന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ വഴിയൂടെ കൊണ്ടുപോകാം. പോലീസ് എന്തായാലും ഏത് വഴിയിലൂടെ എങ്ങനെ രാഹുലിനെ പുറത്തിറക്കാമെന്നൊരു ആലോചന നടത്തുകയാണ് നിലവിൽ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ട വൈദ്യപരിശോധന ഇതിനോടകം തന്നെ പൂർത്തിയായി എന്നാണ് നമുക്ക് ആശുപത്രിക്കുള്ളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. പക്ഷേ രാഹുലിനെ പുറത്തിറക്കാൻ കഴിയാത്തൊരു അപൂർവ സാഹചര്യം ഇവിടെയുണ്ട്. കാരണം ഒരു MLA ആണ്, കേസിലെ പ്രതിയാണെങ്കിൽ പോലും ഒരു MLA ആണ്, വേണ്ട സുരക്ഷ നൽകണം. എന്തായാലും പോലീസ് അത്തരത്തിലൊരു ആലോചന, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ
കാഷ്വാലിറ്റിക്കുള്ളിലേക്ക് നിലവിൽ ചെന്നിട്ടുണ്ട്. അവർ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനകൾ നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയൊരു സുരക്ഷാ പ്രശ്നം കൂടെയുണ്ട്. രാഹുലിനെ പുറത്തിറക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് അതിനൊരു മാർഗം കണ്ടെത്തി പുറത്തിറക്കാനാണ് പോലീസ് നിലവിൽ കാത്തിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് SIT വൃത്തങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ആശുപത്രിയിൽ നിന്ന് ഇറക്കിയ ശേഷം നേരെ ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററിൽ താഴെ ദൂരപരിധിയുള്ള 3 മിനിറ്റോളം യാത്ര ചെയ്താൽ എത്താവുന്ന മജിസ്ട്രേറ്റിന്റെ വസതിയിലായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്ന് ഹാജരാക്കുക. അതിനുശേഷം അദ്ദേഹത്തെ ഇന്ന് SIT സംഘം കസ്റ്റഡി ആവശ്യപ്പെട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ കൊട്ടാരക്കര സ്പെഷ്യൽ ജയിലിലേക്കോ ഇല്ലെങ്കിൽ തിരുവനന്തപുരത്തെ കരമനയിലെ സ്പെഷ്യൽ ജയിലിലേക്കോ മാറ്റാനാണ് സാധ്യത. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് വൈദ്യ പരിശോധന പൂർത്തിയാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ പുറത്തിറങ്ങുമെന്നൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം അത്രമാത്രം പ്രതിഷേധം രാഹുലിന്റെ പഴയ തട്ടകമായ പത്തനംതിട്ടയിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടേക്ക് MLA ആയി പോകുന്നതിന് മുമ്പ് അദ്ദേഹം പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ തട്ടകം എന്ന് പറയുന്ന പത്തനംതിട്ടയാണ്. നമ്മൾ ഈ നിൽക്കുന്ന ആശുപത്രിയിൽ ഉൾപ്പെടെ നിരവധി സമരപരിപാടികൾക്ക് രാഹുൽ മാങ്കൂട്ടം എത്തിയിട്ടുണ്ട്. ഇവിടെ പോലീസിന്റെ അടികൊണ്ടിട്ടുണ്ട്, പോലീസ് തടഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ എന്തായാലും ഒരു പ്രതിയായി എത്തിയിരിക്കുന്നത്, വൈദ്യപരിശോധനയ്ക്കായി എത്തിയിരിക്കുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ വലിയൊരു പതനം. അതാണ് രാഹുലിന്റെ സ്വന്തം നാടാണ്, അവിടെയുള്ള പ്രതിഷേധം. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ്. വീണ്ടും പ്രവർത്തകരെ, പ്രതിഷേധക്കാരെ പോലീസ് അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ്. സംഘർഷ സാഹചര്യമുണ്ട്.